ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വഴുതനങ്ങയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, സവാള. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവ, കടുക്, പിന്നെ കുറച്ച് പുളിവെള്ളം ആവശ്യമുണ്ട്. ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. സ്ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് നമുക്ക് മൂടി വെക്കാം. ഒന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്നതാണ്. ഇപ്പം വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നതാണ് വഴുതനങ്ങ നല്ലത്. ഞാൻ ഇതേപോലെ മുറിച്ചതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വഴണ്ട് കിട്ടാനൊക്കെ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുക. സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ മതിയാവും. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കണം. ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയാണ് അരിഞ്ഞു വെച്ചത്. അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് നമുക്ക് മൂടി വെക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായതാണ്. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. തക്കാളി നന്നായിട്ടൊന്ന് കുഴഞ്ഞ പരുവത്തിനാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നതാണ്. തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോഴത്തെ തക്കാളിക്കൊക്കെ കുറച്ച് വേവ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് നേരം നല്ലോണം തന്നെ മൂടി വെക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എരിവും പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്യണം. നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നതാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഒരു സെമി ഗ്രേവി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും വലിയവർക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനൊക്കെ പറ്റും. കുറച്ച് ശർക്കര കൂടെ, ഒരു പിഞ്ച് ശർക്കര കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്യുക. നല്ല അടിപൊളി കറിയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. Thanks for watching.